Hi friends, welcome to this new video. So, we will discuss MIയുടെ ഏറ്റവും പുതിയ മോഡൽ ഫോണായ Redmi 9 കുറിച്ച് പറയാനാണ്. സോ അപ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ഇതിന് വളരെ വില കുറവാണ്, പക്ഷേ 128 GB മെമ്മറി സ്പേസ് ഇതിനകത്ത് അവൈലബിൾ ആണ് ഡാറ്റ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടി. അതേപോലെ തന്നെ 4 GB റാമും അവൈലബിൾ ആണ്. സോ ഇതിന്റെ ഫസ്റ്റ് സെയിൽ വരുന്നത് August 31 നോണിനാണ് ഫസ്റ്റ് സെയിൽ വരുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ ക്യാമറ സ്പെക്ക് കാര്യങ്ങൾ കുറച്ച് കുറവാണെങ്കിൽ നമ്മൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് MI ഇറക്കിയേക്കുന്ന ഏറ്റവും ബഡ്ജറ്റ് ലെവൽ ആയിട്ടുള്ള ഒരു ഫോണാണ് MI Redmi 9 എന്ന് പറയുന്നത്. രണ്ട് വേരിയൻസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 4 GB റാം ആൻഡ് 64 GB ഇൻറ്റേർണൽ മെമ്മറി, അതേപോലെ തന്നെ 4 GB റാം 128 GB ഇൻറ്റേർണൽ മെമ്മറി. സോ അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വേണമെന്ന് അറിയാം. ആ ഒരു സ്പെക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് Redmi 9 ഈ ഒരു മോഡൽ ഫോൺ ഇത് ഇറക്കിയേക്കുന്നത്. സോ അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫോൺ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ അവസാനമാകുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ വരുന്നത് August 31 സോ അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. 4 GB റാം ഇതിനകത്ത് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ 128 GB സ്റ്റോറേജും അവൈലബിൾ ആണ്. സോ മൾട്ടി ടാസ്കിങ് പർപ്പസും കൂടുതൽ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് Helio G35 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസ്സറാണ്. ഒക്ടാ കോർ പ്രൊസസ്സർ 2.3 GHz ആണ് എൻ്റെ സ്പീഡ് വന്നേക്കണേ. സ്ക്രീൻ സൈസിനെ കുറിച്ച് പറയാൻ വെച്ചാൽ അത്യാവശ്യത്തിന് നല്ല വലിപ്പമൊക്കെ ഉണ്ട്. അതായത് 6.53 ഇഞ്ചാണ് ഡിസ്പ്ലേ വന്നേക്കണേ. അതായത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, അത്ര ചെറുതല്ല ഫോൺ. അതേപോലെ HD+ IPS ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നേക്കണേ. അതേപോലെ തന്നെ ബാറ്ററിയാണ് അടുത്തൊരു മെയിൻ പോയിൻ്റ്. മെയിനായിട്ട് നമ്മൾ ബാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ 5000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വന്നേക്കണേ. അപ്പോൾ അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ ഒരു നല്ല ബാറ്ററി തന്നെയാണ് ഇതിനകത്ത് വെച്ചേക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഇതിനകത്തൊരു അറോറ എഡ്ജ് ഡിസൈൻ ടൈപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കണേ. ടെക്സ്റ്റേഡ് ഡിസൈൻസ് ഒക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ടു പ്രിവെൻറ്റിങ് ദ ഫിംഗർ പ്രിൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബാക്ക് സൈഡിലൊക്കെ കുറച്ചും കൂടി ടെക്സ്റ്റേഡ് ടൈപ്പ് ലൈൻസും കാര്യങ്ങളും കാണാം ടു പ്രിവെൻറ്റ് ദ ഫിംഗർ പ്രിൻറ്റ്. അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് എന്ത് കാണാം, ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാണാം. അതേപോലെ AI പവേർഡ് ക്യാമറയെ കുറിച്ചുള്ള കാര്യങ്ങളും അവിടെ നമുക്ക് ഇമേജസിൽ കാണാൻ പറ്റുന്നു. നെക്സ്റ്റ് ഇതിനകത്ത് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. സ്പോട്ടി ഓറഞ്ച്, കാർബൺ ബ്ലാക്ക്, സ്കൈ ബ്ലൂ, അങ്ങനെ ഈ 3 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ചിട്ടാണ്. 4 GB റാമാണ് രണ്ട് വേരിയൻറ്റിൽ തന്നേക്കുന്നത്. അത് മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം മുമ്പ് സാധാരണ ഫോണുകളിലൊക്കെ അവർ റേറ്റ് കുറയും തോറും റാമിൻ്റെ ഇത് കുറയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോണൊക്കെ സ്ലോ ആവാറുണ്ട്. ഇപ്പോൾ ഒരു 7000 8000 റേഞ്ചുള്ള ഫോൺസിലൊക്കെ. പക്ഷേ ഇതിനകത്ത് അവരെന്ത് ചെയ്തു, റാം രണ്ട് വേരിയൻസിലും 4 GB, അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതേപോലെ തന്നെ 64 GBയും അതേപോലെ 128 GB സ്റ്റോറേജുമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. സോ അപ്പോൾ അത് വളരെ നല്ലൊരു അഡീഷനാണ്. രണ്ടിലും 4 GB തന്നേക്കുന്നത്. സോ അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് MediaTekൻ്റെ Helio G35 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. സോ അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊസസ്സർ അത്യാവശ്യം നല്ല ഗെയിമിംഗ് കപ്പാസിറ്റിയും അതേപോലെ തന്നെ പെർഫോമൻസും തരുന്നതായിരിക്കും. നെക്സ്റ്റ് വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യത്തിന് നല്ല ഡിസ്പ്ലേ തരുന്ന ഒരു ഫോണായിട്ടാണ് ഇത് തോന്നിയത്. 16.58 cm ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ടാവും. അതായത് 6.53 inches ആണ് ഡിസ്പ്ലേ. അതേപോലെ തന്നെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 20:9 ആണ്. അപ്പോൾ അത് നല്ല ക്വാളിറ്റിയിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും, ഫിലിംസ് ആയാലും ഗെയിംസ് ആയാലും എല്ലാതും തന്നെ. അതേപോലെ തന്നെ HD+ IPS ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് തന്നേക്കുന്നത്. പിന്നെ ക്യാമറയെ കുറിച്ച് പറയാൻ വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ 4 ഹോൾസ് ഉണ്ടെങ്കിലും ഒന്ന് LED ഫ്ലാഷ് ലൈറ്റാണ്, ഒരെണ്ണം അതിനകത്ത് ഡമ്മി ആയിട്ടാണ് വെച്ചാണ്, 2 എണ്ണത്തിൽ മാത്രമാണ് ക്യാമറകളുള്ളത്. അപ്പോൾ ബാക്കിലുള്ളത് ഒന്ന് 13 MP മെയിൻ ക്യാമറയും 2 MB ഡെപ്ത് സെൻസിങ് ക്യാമറയാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഒരു ഡമ്മിയാണ്, അതേപോലെ മറ്റേത് ഒരു LED ഫ്ലാഷ് ലൈറ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ AI പവേർഡ് ക്യാമറയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 13 MP ഒരു സാമ്പിൾ ഫോട്ടോ അവർ കൊടുത്തിട്ടുണ്ട്. AI സീൻ ഡിറ്റക്ഷൻ അങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എനേബിൾഡ് ആണ്. കാരണം AI പവേർഡ് ക്യാമറയാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തേക്കുന്നത്. ദെൻ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയാൻ വെച്ചാൽ 5 MP AI സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് അവർ ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. സോ അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് അൺലോക്കിങ് അങ്ങനത്തെ കാര്യങ്ങളോട് ഈ ഒരു മൊബൈൽ ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് AI ഫേസ് അൺലോക്ക് എന്നൊരു ഫീച്ചർ, അതായത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൂടാണ്ട് തന്നെ AI ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും കൂടി ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 5000 mAh ബാറ്ററിയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ 5000 mAh ബാറ്ററി എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് ഒരു 1.5 ദിവസമൊക്കെ നമ്മുടെ ഈ ഡെയിലി ലൈഫ് യൂസേജിൽ നമുക്ക് കിട്ടുന്നതാണ് ഏകദേശം. അപ്പോൾ അവർ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗെയിമിംഗ് ആയിട്ട് 16 hours, 33 hours കോളിംഗ്, വീഡിയോ പ്ലേബാക്ക് 19 hours എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ജസ്റ്റ് സം ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററിയാണ് ഇവർ അതിനകത്ത്
കൊടുത്തേക്കണം 5000 mAh ബാറ്ററി എന്ന് പറയും. ദെൻ വേറെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കൂടി ഇവരതിനകത്ത് കൊടുത്തേക്കുന്നത് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ P2I കോട്ടിംഗ്. അപ്പോൾ നമ്മുടെ വെള്ളത്തുള്ളികളോ കാര്യങ്ങളൊക്കെ തെറിക്കുകയാണെങ്കിൽ കുറച്ച് ഒരു പ്രൊട്ടക്ഷൻ ഇത് കിട്ടുന്നതായിരിക്കും. അതേപോലെ കുറച്ചുകൂടി റബ്ബറൈസ്ഡ് സീൽസും കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. ബാക്കിൽ നമ്മൾ പിടിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ റബ്ബറൈസ്ഡ് സീൽസ് ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ചാർജറിനെ കുറിച്ച് പറയുമ്പോൾ ചാർജറിൽ സർജ് പ്രൊട്ടക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. 380 വോൾട്ടാണ് സർജ് പ്രൊട്ടക്ഷൻ അവർ കൊടുത്തേക്കണേ. അതേപോലെ തന്നെ കൊറോഷൻ പ്രൂഫ് പോർട്സ്, നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്ന പോർട്സും കാര്യങ്ങളൊക്കെ ഇവർ കുറച്ചും കൂടി കൊറോഷൻ പ്രൂഫായിട്ടാണ് ചെയ്തേക്കണേ. അപ്പോൾ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകുന്ന, കാരണം നമ്മൾ എടുക്കുമ്പോൾ ഊരുമ്പോഴൊക്കെ ഇത് പൊട്ടാനും വളയാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ് ചില ഫോണുകളിലൊക്കെ. അപ്പോൾ കുറച്ചുകൂടി കൊറോഷൻ പ്രൂഫ്ഡ് ഐറ്റം വെച്ചിട്ടാണ് ഇവർ ഈ സ്ലോട്ട്സും കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ 2 വേരിയൻസ് ആണെന്ന് പറഞ്ഞു. 4GB 64GB ഇൻറ്റർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 8,999, അതായത് 9,000 രൂപയുടെ അടുത്താണ്. 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജുള്ള ഫോണിൻ്റെ റേറ്റ്. ഇതിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള 4GB 128GB സ്റ്റോറേജിൻ്റെ പ്രൈസ് എന്നത് വെറും 10,000 MI ഈ പ്രാവശ്യം കൊടുത്തേക്കണം, അതായത് 9,999 ഓൺലി. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ MIയുടെ ഫോൺസ് വളരെ കുറവാണ് വന്നേക്കുന്നത്. അതായത് 128GB അവർ സ്റ്റോറേജ് സ്പേസ് നമുക്ക് തന്നെ 10,000 രൂപയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ വരുന്നത് August 31 noon ആമസോണിലാണ് സെയിൽ ഉണ്ടാവുക. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏറ്റവും പുതിയ വിവരങ്ങൾ ടെക്നിക്കൽ റിലേറ്റഡ് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.